ലോകത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് കൺട്രിയായ യൂറോപ്പിലെ തന്നെ ഏറ്റവും മനോഹരമായ രാജ്യങ്ങളിലൊന്നായ ഫിൻലൻഡിൽ ഇപ്പോൾ നഴ്സുമാരുൾപ്പെടെയുള്ളവരുടെ വേക്കൻസികൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നു. 30,000-ലധികം നഴ്സുമാരുടെ വേക്കൻസികളാണ് രാജ്യമെമ്പാടുമുള്ളത്. എങ്ങനെയാണ് ഫിൻലൻഡിലോട്ട് വരാനാവുക, ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ അവസരങ്ങൾ ഉള്ളതെന്ന് നോക്കാം. നഴ്സുമാർക്ക് മാത്രമല്ല, കെയർ അസിസ്റ്റന്റുമാർക്കും ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാർക്കും കമ്മ്യൂണിറ്റി നഴ്സുമാർക്കും എല്ലാം ഫിൻലൻഡിൽ വ്യാപകമായി വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. യൂറോപ്യൻ യൂണിയനും യൂറോപ്യൻ എക്കണോമിക് ഏരിയയ്ക്കും പുറമെയുള്ള രാജ്യങ്ങളിൽ നിന്നും ജോലിക്കാരെ നിയമിക്കാനുള്ള ശ്രമങ്ങളാണ് ഗവൺമെന്റ് ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുള്ള നഴ്സുമാർക്കും ഫിൻലൻഡിൽ വന്ന് ജോലി ചെയ്യാം. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം ഫിന്നിഷ് ഗവൺമെന്റ് പുതിയ ചില വിസ നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു. അത് നഴ്സുമാരുൾപ്പെടെയുള്ളവരെ കാര്യമായി ബാധിക്കുന്നതല്ല. ഫിൻലൻഡിൽ സ്ഥിരമായി നിൽക്കുന്നതിന് പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിക്കുന്നതിന് വേണ്ടി ഇത്രയും നാളുമുണ്ടായിരുന്ന 4 വർഷക്കാലത്തെ എക്സ്പീരിയൻസിന് പകരം 6 വർഷക്കാലം ഫിൻലൻഡിൽ വേണമെന്ന നിയമമാണ് ഗവൺമെന്റ് കൊണ്ടുവന്നത്. എന്നാൽ ചില കാറ്റഗറികളെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നഴ്സുമാരുൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ ഈ നിയമം കാര്യമായി ബാധിക്കുകയുമില്ല. അൺസ്കിൽഡ് മൈഗ്രേഷൻ കുറയ്ക്കുകയും രാജ്യത്തിന് ആവശ്യമായ ജോലിക്കാരെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഗവൺമെന്റ് ചില മാറ്റങ്ങൾ കൊണ്ടുവന്നത്. 40,000 യൂറോ എങ്കിലും ആനുവൽ സാലറി വേണമെന്ന നിയമവും ഫിന്നിഷ് അല്ലെങ്കിൽ സ്വീഡിഷ് ലാംഗ്വേജ് നന്നായി കൈകാര്യം ചെയ്യാനുള്ള കഴിവും, അതുകൂടാതെ ഫിൻലൻഡിൽ അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക്, അതല്ലെങ്കിൽ 3 വർഷക്കാലം ഫിൻലൻഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു കാറ്റഗറിയിൽ 4 വർഷം കൊണ്ട് തന്നെ അവർക്ക് പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിക്കുന്ന രീതിയിലാണ് പുതിയ നിയമങ്ങളും വരുന്നത്. അല്ലാത്തവർക്ക് 6 വർഷക്കാലം ഫിൻലൻഡിൽ തുടർന്നാൽ മാത്രമാണ് പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിക്കുകയുള്ളൂ പുതിയ നിയമം അനുസരിച്ച്. ഇത് നഴ്സുമാരുൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് യാതൊരു രീതിയിലും ബുദ്ധിമുട്ടാകുകയുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂറോപ്പിൽ വന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉയർന്ന സാലറിയിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് ഫിൻലൻഡ് തുറന്നിട്ടിരിക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെയുള്ള നഴ്സുമാർക്ക് വലിയ സാധ്യതകൾ നൽകുന്ന പുതിയ നിയമങ്ങൾ തന്നെയാണ് ഫിൻലൻഡിലുള്ളതും. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഞാൻ താമസിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഫിൻലൻഡ്. പ്രത്യേകിച്ചും ഫിൻലൻഡിന്റെ തലസ്ഥാന നഗരമായ ഹെൽസിങ്കി. ഇപ്പോൾ ഗവൺമെന്റിന്റെ പുതിയ നിയമങ്ങൾ അനുസരിച്ച് ഫിൻലൻഡിലെ ക്രിമിനൽ കേസുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ പ്ലാനുകളും തയ്യാറാക്കിയിരിക്കുന്നു. അതനുസരിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ അവർക്ക് വിസ നൽകേണ്ടതില്ല എന്ന തീരുമാനമാണ് മിനിസ്ട്രി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നതും. ഫിൻലൻഡ് വളരെ ശാന്തമായി കിടക്കുന്ന, ക്രിമിനൽ റേറ്റ് ഏറ്റവും കുറവുള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ്. ഫിൻലൻഡിൽ ഏത് രാത്രിയിലും നമുക്ക് തനിയെ സഞ്ചരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അവിടെ നിലനിൽക്കുന്നതും. സ്വന്തം വീട്ടുകാരെ പോലെ തന്നെ രാജ്യത്തെ ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഗവൺമെന്റാണ് അവിടെ ഉള്ളത്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഗവൺമെന്റിനെ കോൺടാക്ട് ചെയ്യാനുള്ള പ്രത്യേക സംവിധാനങ്ങളും ഫിൻലൻഡിൽ നിലനിൽക്കുന്നു. ഫിൻലൻഡിൽ ഏറ്റവും അധികം വേക്കൻസികൾ നിലനിൽക്കുന്ന മേഖലയാണ് ഹെൽത്ത് കെയർ. എഞ്ചിനീയറിംഗ്, ടീച്ചിംഗ്, ഹോസ്പിറ്റാലിറ്റി ഉൾപ്പെടെയുള്ള മറ്റ് മേഖലകളിലും ധാരാളം അവസരങ്ങൾ ഉണ്ടെങ്കിലും നഴ്സുമാർക്ക് നഴ്സിംഗ് രജിസ്ട്രേഷൻ ആവശ്യമായ വാൽവിര രജിസ്ട്രേഷനാണ് ഫിൻലൻഡിലുള്ളത്. ഡയറക്റ്റായി വിദേശ നഴ്സുമാർക്ക് വന്ന് പ്രാക്ടിക്കൽ നഴ്സായി, അതായത് രജിസ്ട്രേഡ് നഴ്സായി ജോലി ചെയ്യാനുള്ള ഓപ്ഷൻ ഫിൻലൻഡ് നൽകുന്നില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന നഴ്സുമാർക്ക് അസിസ്റ്റന്റ് നഴ്സുമാരായി ജോലി ചെയ്യാനും 1 വർഷം മുതൽ 1.5 വർഷ കാലയളവിനുള്ളിൽ അവർക്കൊരു അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് രജിസ്ട്രേഡ് നഴ്സുമാരാകാൻ കഴിയുന്ന ഓപ്ഷനാണ് ഫിൻലൻഡ് നൽകുന്നത്. ഈ പ്രോഗ്രാമുകളെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് എംപ്ലോയർ തന്നെയാണ്. ഈ ഒരു സമയത്ത് അവർക്ക് ആവശ്യമായ എല്ലാ സൂപ്പർവിഷനും പ്രാക്ടീസും ഈ ഒരു പ്രോഗ്രാമിലൂടെ ലഭിക്കും. ഈ ഒരു കാലയളവിൽ അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ അവർക്ക് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റും അതിനോടൊപ്പം ലഭിക്കും. B1 ലെവലിലുള്ള ഫിന്നിഷ് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് അവർക്ക് ലഭിക്കുന്നതോടെ ലാംഗ്വേജ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനുമാകും. അങ്ങനെ ഒരു രജിസ്ട്രേഡ് നഴ്സ് ആകാൻ കഴിയുന്ന സാധ്യതകളാണ് ഫിൻലൻഡിലുള്ളത്. അതും ഉയർന്ന സാലറിയിൽ സെറ്റിൽ ചെയ്യാൻ കഴിയുന്ന ഓപ്ഷനുകൾ. വിദേശ രാജ്യങ്ങളിലുള്ള നഴ്സുമാർക്ക് ഫിൻലൻഡിലെത്തിയാൽ അവർക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇപ്പോൾ പല രാജ്യങ്ങളും ഡിപ്പെൻഡന്റ് വിസകളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ ഫിൻലൻഡിന്റെ കാര്യത്തിൽ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിന് യാതൊരു തടസ്സവുമില്ല. അവർക്ക് കണ്ടിന്യൂ ചെയ്യുന്നതിനും പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിച്ചുകൊണ്ട് സ്ഥിരമായി തുടരുന്നതിനും ഫിൻലൻഡ് ഓപ്ഷൻ നൽകിയിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി ആദ്യം ചെയ്യേണ്ടത് ഒരു എംപ്ലോയറെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനാവശ്യമായ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡയറക്റ്റായി അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസിനെയും സ്കില്ലിനെയും ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇന്റർവ്യൂവിന് ശേഷം ഒരു ഓഫർ ലെറ്റർ ലഭിക്കും. അതിനുശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം 10th സ്റ്റാൻഡേർഡ് മുതൽ ഉള്ള എല്ലാ ക്വാളിഫിക്കേഷനുകളും വെരിഫൈ ചെയ്യും. ഡിഗ്രി അല്ലെങ്കിൽ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനും വെരിഫിക്കേഷൻ ആവശ്യമായി വരും. അതിനുശേഷമാണ് മറ്റ് വിസ പ്രോസസ്സുകളിലോട്ട് കടക്കുക. ഒരു തവണ ഫിൻലൻഡിൽ എത്തിയാൽ പിന്നീട് അസിസ്റ്റന്റ് നഴ്സുമാരായി ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തുകൊണ്ട് എല്ലാ ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്തുകൊണ്ട് ഫിൻലൻഡിൽ കണ്ടിന്യൂ ചെയ്യാം. ഒരു തവണ രജിസ്ട്രേഷൻ ലഭിച്ചതിന് ശേഷം പ്രാക്ടിക്കൽ നഴ്സുമാരായി മാറാം. അതിനു മുൻപ് നഴ്സുമാരായി എത്തുന്നവർ അസിസ്റ്റന്റ് നഴ്സുമാരായി മാത്രമാണ് ജോലി ചെയ്യുക. അവർക്ക് മെഡിസിൻ നൽകുന്നതുൾപ്പെടെയുള്ള പ്രധാന കാര്യങ്ങൾ ചെയ്യാനാകില്ല. മെഡിസിൻ നൽകുകയാണെങ്കിൽ ഒരു പ്രാക്ടിക്കൽ നഴ്സിന്റെ സൂപ്പർവിഷനോട് കൂടി അവർ സൈൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നഴ്സിംഗ് അസിസ്റ്റന്റ് പൊസിഷനിലായിരിക്കും അവർ ജോലി ചെയ്യുക. പൂർണ്ണമായും സേഫായ രീതിയിൽ മെഡിസിൻ നൽകുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റ് ഈ ഒരു സിസ്റ്റം നടപ്പാക്കിയിരിക്കുന്നതും. രജിസ്ട്രേഷനുള്ള ഒരു നഴ്സിന് ഒട്ടേറെ ചുമതലകളുണ്ടെങ്കിൽ അസിസ്റ്റന്റ് നഴ്സുമാർക്ക് മെയിൻ നഴ്സിന്റെ സൂപ്പർവിഷനോട് കൂടി അസിസ്റ്റന്റ് നഴ്സുമാരായി ജോലി ചെയ്യാൻ മാത്രമേ സാധിക്കൂ. നഴ്സുമാരുടെ സാലറി പല ഫാക്ടേഴ്സിനെ
മെറിറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നൽകുന്നത്. അവരുടെ എക്സ്പീരിയൻസിനെയും അവരുടെ പൊസിഷനെയും ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്, ഏത് പ്രദേശത്താണ് അവരുടെ ജോലി തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും. സിറ്റി ഏരിയകളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാലറി ഉള്ളത്. പ്രത്യേകിച്ചും ഹെൽസിങ്കി ഉൾപ്പെടെയുള്ള പ്രധാന സിറ്റികളിലാണെങ്കിൽ നഴ്സുമാരുടെ സാലറിയും ഉയർന്നതായിരിക്കും. ഇനി അസിസ്റ്റന്റ് നഴ്സുമാരായി ഫിൻലൻഡിൽ എത്തിയതിനു ശേഷം രജിസ്ട്രേഷൻ ലഭിച്ചില്ലെങ്കിലും ഫിൻലൻഡിൽ തുടരുന്നതിന് യാതൊരു തടസ്സവുമില്ല. അവർക്ക് അസിസ്റ്റന്റ് നഴ്സുമാരായി തന്നെ തുടരാം. പക്ഷേ സാലറി കുറവായിരിക്കുമെന്ന് മാത്രം. നഴ്സുമാരുടെ ശരാശരി സാലറി, ഒരു സ്റ്റാർട്ടിംഗ് നഴ്സിന്റെ സാലറി ഏകദേശം 2800 യൂറോയാണ് ഫിൻലൻഡിൽ ലഭിക്കുക. എന്നാൽ 3000-3500 യൂറോ ഒരു മാസം നേടുന്ന നഴ്സുമാരാണ് ബഹുഭൂരിപക്ഷവുമുള്ളത്. പൊസിഷനും എക്സ്പീരിയൻസിനും അനുസരിച്ച് സാലറിയിലും വലിയ വർധനവുണ്ടാകും. നഴ്സുമാരുടെ കാര്യത്തിൽ അവർക്ക് ഹയർ ലെവലിൽ പഠിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഹെൽപ്പും സപ്പോർട്ടും ഗവൺമെന്റ് നൽകും. അതുകൊണ്ട് തന്നെ കൂടുതൽ പഠിച്ചുകൊണ്ട് കൂടുതൽ ഹയർ പൊസിഷനിലോട്ട് എത്താനുള്ള സാധ്യതകൾ കൂടിയാണ് നഴ്സുമാർക്ക് ലഭിക്കുക. കൂടുതൽ പൊസിഷനുകളിൽ എത്തുന്ന നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം സാലറിയിലും നല്ലൊരു വർധനവുണ്ടാകും. ഫിൻലൻഡിലെ പുതിയ ഡേറ്റകൾ സൂചിപ്പിക്കുന്നത് ഹയർ പൊസിഷനുള്ള നഴ്സുമാർ 10,000 യൂറോ വരെ സാലറി വാങ്ങുന്ന ധാരാളം പേരുണ്ട്. ഇത് മറ്റു രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഉയർന്ന സാലറി തന്നെയാണ്. ഉയർന്ന പൊസിഷൻ അനുസരിച്ച് കൂടിയ സാലറി നൽകുന്ന രീതിയാണ് ഫിൻലൻഡിലുള്ളതും. ഫിൻലൻഡിലെ പൊതു സാഹചര്യത്തിൽ പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ജോലി ലഭിക്കുമെങ്കിലും പബ്ലിക് സെക്ടറിൽ തന്നെയാണ് കൂടിയ സാലറി. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെക്കാൾ കൂടുതൽ പബ്ലിക് ഹോസ്പിറ്റലുകൾ തന്നെയാണ് ഫിൻലൻഡിൽ എല്ലായിടത്തും ഉള്ളത്. പൊതുവായി ജനങ്ങൾ ആശ്രയിക്കുന്നതും പബ്ലിക് ഹോസ്പിറ്റലുകളെ തന്നെയാണ്. സാലറിക്ക് പുറമെ നഴ്സുമാർക്ക് ടിപ്സുകൾ ലഭിക്കുന്ന രാജ്യം കൂടിയാണത്. അതുകൂടാതെ പ്രോഫിറ്റ് ഷെയറിംഗിന്റെ ഒരു ഭാഗവും അവർക്ക് ലഭിക്കും. അതുകൂടാതെ പ്രധാന വിശേഷ സമയങ്ങളിലെല്ലാം ക്രിസ്മസ്, ഈസ്റ്റർ തുടങ്ങിയ സമയങ്ങളിലൊക്കെ അവർക്ക് ബോണസ് നൽകുന്ന രീതിയും ഫിൻലൻഡിലുണ്ട്. വാൽവീര രജിസ്ട്രേഷന് വേണ്ടിയുള്ള എല്ലാ ഹെൽപ്പും സപ്പോർട്ടും എംപ്ലോയർ തന്നെ നൽകും. എംപ്ലോയർ നൽകുന്ന ആ ഒരു പ്രോഗ്രാമിലാണ് വിദേശ നഴ്സുമാർ പങ്കെടുക്കുന്നതും കംപ്ലീറ്റ് ചെയ്യുന്നതും. രജിസ്ട്രേഷൻ സമയത്ത് പ്രധാനമായും സബ്മിറ്റ് ചെയ്യേണ്ടത് B1 ലെവലിലുള്ള ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ആണ്. അത് 1.5 വർഷം കൊണ്ട് തന്നെ അവിടുത്തെ അപ്രന്റീസ് പ്രോഗ്രാമിന്റെ ഭാഗമായി ലഭിക്കുകയും ചെയ്യും. അതുകൂടാതെ എല്ലാ സർട്ടിഫിക്കറ്റുകളും വാൽവീരയിൽ സബ്മിറ്റ് ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം. എക്സ്പീരിയൻസും സർട്ടിഫിക്കറ്റുകളും എല്ലാം സബ്മിറ്റ് ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് പ്രാക്ടിക്കൽ നഴ്സായി മാറുകയും ചെയ്യാം. ഓവർ ടൈം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ ക്യാഷ് ഏൺ ചെയ്യാനുള്ള സൗകര്യം കൂടിയാണ് ഫിൻലൻഡിലുള്ളത്. ഫുൾ ടൈം ജോബ് എന്നുള്ളത് 40 മണിക്കൂർ മാത്രമാണ് ഒരാഴ്ചയിലുള്ളത്. അതിന് പുറമെ അഡീഷണലായി ഓവർ ടൈം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ക്യാഷ് എക്സ്ട്രാ ഏൺ ചെയ്യാനുമാകും. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന നഴ്സുമാരും ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാരും ഒക്കെ കൂടുതൽ ഓവർ ടൈം ചെയ്തുകൊണ്ട് കൂടുതൽ സാലറി നേടുന്ന സാഹചര്യമാണ് പൊതുവെ കാണാനാകുക. ഫിൻലൻഡിന്റെ രജിസ്ട്രേഷൻ പ്രോസസ് കമ്പാരിറ്റീവ്ലി വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. എല്ലാ 5 വർഷം കൂടുമ്പോഴും വാൽവീര രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യുകയും വേണം. അതിനുള്ള ക്രൈറ്റീരിയകളെല്ലാം മീറ്റ് ചെയ്തുകൊണ്ട് ആദ്യമായി രജിസ്ട്രേഷൻ ലഭിക്കുന്നതിന് വേണ്ടി പ്രധാനമായും പരിഗണിക്കുക അവിടെ കംപ്ലീറ്റ് ചെയ്ത കോഴ്സ് തന്നെയാണ്. നഴ്സിംഗ് പഠിക്കാനായി വരുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് മറ്റ് പ്രോസസ്സുകളിലോട്ട് കടക്കാനാകും. കോഴ്സ് അല്ലെങ്കിൽ അപ്രന്റീസ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് സർട്ടിഫിക്കറ്റുകളെല്ലാം വാൽവീരയിൽ സബ്മിറ്റ് ചെയ്തുകൊണ്ട് അതെല്ലാം വെരിഫൈ ചെയ്ത് എല്ലാ ക്രൈറ്റീരിയകളും മീറ്റ് ചെയ്തു എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് രജിസ്ട്രേഷൻ ലഭിക്കുക. സാധാരണ ഡേ ടൈമിൽ ഓവർ ടൈം ചെയ്യുകയാണെങ്കിൽ 15% സാലറിയിൽ വർധനവുണ്ടാകും. ഇനി നൈറ്റ് ഡ്യൂട്ടിയാണ് എക്സ്ട്രാ ആയി ഓവർ ടൈം ആയി ചെയ്യുന്നതെങ്കിൽ 30 മുതൽ 40% വരെ വർധനവുണ്ടാകും. സൺഡേ ഉൾപ്പെടെയുള്ള ഹോളിഡേ ടൈമിൽ ജോലി ചെയ്യുന്നവർക്ക് ഇരട്ടി സാലറി നൽകുന്ന രീതിയാണ് ഫിൻലൻഡ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹോളിഡേ സമയങ്ങളിലൊക്കെ കൂടുതൽ ജോലി ചെയ്യുന്നവർക്ക് ഇരട്ടി ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഫിൻലൻഡിലുള്ളതും. ഫിൻലൻഡിലോട്ട് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിനോ ഡിപ്പെൻഡൻസിന് അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനോ യാതൊരു തടസ്സവുമില്ല. അതിനെല്ലാം വളരെ സപ്പോർട്ടീവായിട്ടുള്ള സമീപനം തന്നെയാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ ഡിപ്പെൻഡൻസിന് വരാൻ കഴിയുന്ന സിമ്പിളായ പ്രോസസ്സ് മാത്രമേ ഫിൻലൻഡിലോട്ടുള്ളൂ. ഫിൻലൻഡിൽ ജോലി ലഭിക്കുക എന്നുള്ളതും അത്ര ബുദ്ധിമുട്ടായ കാര്യമല്ല. ഇഷ്ടമുള്ള ഏത് ജോലിയും ചെയ്യാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള മേഖലയിൽ സാധാരണ ജോലികളൊക്കെ അൺസ്കിൽഡ് ജോലികളാണെങ്കിലും കണ്ടെത്തി തുടരുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഫിൻലൻഡിൽ നിലനിൽക്കുന്നില്ല. ഫിൻലൻഡിലെ മറ്റൊരു പ്രധാന കാര്യമാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫിൻലൻഡിൽ കൂടിയ തണുപ്പാണ് അനുഭവപ്പെടുക. പ്രത്യേകിച്ചും വിന്റർ സമയത്ത് ഫിൻലൻഡിൽ സൂര്യപ്രകാശം വളരെ കുറവാണ്. കുറഞ്ഞ സമയം മാത്രമാണ് അവിടെ സൂര്യപ്രകാശം ലഭിക്കുകയുള്ളൂ. എന്നാൽ സമ്മർ സമയമാകുമ്പോൾ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യം കൂടിയാണ് ഫിൻലൻഡ്. സമ്മർ സമയത്ത് മിഡ് നൈറ്റിന്റെ ദൃശ്യങ്ങൾ ഞാൻ മുൻപ് ഉൾപ്പെടുത്തിയിരുന്നു. എല്ലാ സമയത്തും മിഡ് നൈറ്റിലും എല്ലാം സൂര്യപ്രകാശമുള്ള ഒരു സാഹചര്യമാണ് ഫിൻലൻഡിൽ പൊതുവായുള്ളതും. വിന്റർ സമയത്ത് കൂടിയ തണുപ്പാണെങ്കിലും വർക്ക് പ്ലേസുകളിലെല്ലാം യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നോർമൽ ടെമ്പറേച്ചർ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ യാത്ര ചെയ്യുന്നതിന് വിന്റർ സമയത്ത് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ആ പരിസരത്ത് തന്നെ വീടുകൾ കണ്ടെത്തി താമസിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വീട് കണ്ടെത്തുന്നതിനോ അക്കോമഡേഷൻ കണ്ടെത്തുന്നതിനോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഫിൻലൻഡിലില്ല. ധാരാളം വീടുകൾ ലഭ്യമാണ്. കമ്പാരിറ്റീവ്ലി സിറ്റി ഏരിയകളിൽ നിന്ന് പുറത്തു മാറുകയാണെങ്കിൽ റെന്റും വളരെ കുറവാണ്. പലരും പറയാറുണ്ട് ഫിൻലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ തണുപ്പാണ്, 8 മാസക്കാലം വിന്ററാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മാത്രം ഫിൻലൻഡിലോട്ട് വരിക. ഫിൻലൻഡിൽ ഒരു തവണ വന്നതിന് ശേഷം ഫിൻലൻഡ് വളരെ ബുദ്ധിമുട്ടാണ്, വലിയ തണുപ്പാണ്, മഞ്ഞാണ് എന്നെല്ലാം പറയുന്നതിൽ കാര്യമില്ല. തണുപ്പ് ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം ഫിൻലൻഡിലോട്ട് വരിക. അതല്ലെങ്കിൽ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള ചൂടുള്ള രാജ്യങ്ങൾ സെലക്ട് ചെയ്യുക. ധാരാളം അപ്ഡേറ്റുകളാണ് വരും ദിവസങ്ങളിലും ഫിൻലൻഡിൽ നിന്നുണ്ടാവുക. ഏറ്റവും പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.